ഇന്ന് ഞാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു ചായ, രുചികരമായ ഒരു ചായ ഇടുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതാ പാല് കിടന്ന് തിളയ്ക്കുന്നു. പാല് നല്ലോണം തിളച്ച് കൊടുക്കണം കേട്ടോ. പാല് നല്ലോണം തിളച്ച് കൊടുക്കണം. ഇതാ പാല് കിടന്ന് നല്ലോണം തിളച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതാ ഈ കപ്പിലാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. ഈ കപ്പിലാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഈ കപ്പിന് ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഒന്നര കപ്പ് വെള്ളം തിളയ്ക്കാൻ അനുവദിക്കുക. 1.5 കപ്പ് വെള്ളം. പാല് തിളച്ചാൽ ഒരു 3 മിനിറ്റ് കൂടെങ്കിലും ആ പാല് കിടന്ന് നല്ലോണം തിളയ്ക്കണം. കാരണം ഇതിലൊക്കെ അത് എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ അത് നശിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ തിളച്ച് പൊങ്ങിയ ഉടനെ പാല് വാങ്ങരുത്. നന്നായിട്ട് ഒന്നുകൂടെ തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് ആ ചായ വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനി 1.5 കപ്പ് ചായക്ക് നോക്കൂ, ടീസ്പൂണാണ് ഇത് കേട്ടോ. ടീസ്പൂണിന് പാല് ഓഫാക്കാം. ഈ ടീസ്പൂണിന് 2 സ്പൂണും ഒരല്പവും കൂടി 2.5 ടീസ്പൂൺ തേയിലപ്പൊടി. ഈ 2.5 ടീസ്പൂൺ തേയിലപ്പൊടി എന്ന് പറഞ്ഞാൽ ഇത് അത്ര പൊടിയായിട്ടുള്ള തേയില അല്ല. ഇത് കുറച്ച് തരിയുള്ള തേയിലയാണ്. ഈ തരിയുള്ള തേയിലയുടെ ചായ നല്ല രുചിയായിരിക്കും. ഇത് റെഡ് ലേബലിൻ്റെ തരിയുള്ള തേയിലപ്പൊടിയാണ്. അപ്പോൾ ഇത്തിരി അത് തിളക്കട്ടെ, നല്ലോണം തിളച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഈ 1.5 കപ്പ്, ഈ കപ്പിന് 1.5 കപ്പ് വെള്ളം എടുത്തു. അത് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് 2 ടീസ്പൂൺ ചായപ്പൊടി ഇടണം. ചായ ഇടുക എന്നുള്ളത് അത്ര എളുപ്പം അങ്ങ് സാധിക്കാവുന്ന കാര്യമല്ല. എളുപ്പം സാധിച്ചാൽ അത് അതുപോലെ ഇരിക്കും. എല്ലാ പാചകത്തിനും അതിൻ്റേതായ സാവകാശവും സമയവും എടുക്കണം. സമയമെടുത്ത് ചെയ്യുന്നതിന് രുചികരമായിട്ടിരിക്കുകയുള്ളൂ. ചായ വേണേൽ പെട്ടെന്ന് പാലും വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങോട്ട് തിളപ്പിച്ച് ചായപ്പൊടി ഇട്ട് വാങ്ങിയാലും ചായയാവും. പക്ഷേ അതല്ല ഇത്. ഇനിതാ ഓഫാക്കി. ഇനി ഇതിനെ നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. കപ്പിലേക്ക് ഊറ്റുകയാണ്. വലിയ കപ്പിലെ പിടിക്കപ്പിലെ ആ കപ്പിലേക്ക് അതിനെ ഊറ്റി. ഇലച്ചായ ആയതുകൊണ്ട് ഇത്തിരി നേരം കിടക്കണം. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ആകും. ഇലച്ചായ ആയതുകൊണ്ട് ഇത്തിരി നേരം വേണം. ഇനി ഇതിലേക്ക് നമ്മൾ നോക്കൂ, നമ്മൾ ആ വെള്ളം അളന്നൊഴിച്ചില്ലേ, ആ കപ്പിൽ 3/4 കപ്പ് കാച്ചിയ പാല്. ഇപ്പം നമ്മൾ കാച്ചിയല്ലേ പാല്, അതിന് 3/4 കപ്പ് കാച്ചിയ പാല് ഒഴിക്കുക. 1.5 കപ്പ് വെള്ളത്തിലേക്ക് 3/4 തിളച്ച് ചായപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ 3/4 കപ്പ് പാലൊഴിക്കുക. ഈ 3/4 കപ്പ് പാലൊഴിച്ചിട്ട് അതിനെ ഇനി ഊറ്റിയെടുക്കുക. ചായ ഇത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ചതച്ചിടാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായ ചതച്ചിടാം. തിളയ്ക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിടാം, അല്ലെങ്കിൽ ഏലക്കായ ചതച്ചിടാം. ഇവിടെ വിജയമാഷ്ക്ക് അത് രണ്ടും ഇഷ്ടമില്ല. ഏലക്കായ ചതച്ചിട്ടാൽ പറയുന്നത് പായസത്തിൻ്റെ രുചിയാണെന്ന്. അപ്പോൾ അതിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ പതച്ചെടുക്കണം ചായ. ഈ കപ്പിനെ മുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ടോ ചായ പതഞ്ഞു വന്നത്. എനിക്കും എടുക്കട്ടെ 2 കപ്പ് പോലെ. ഇങ്ങനെ മുട്ടിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് പൊക്കുമ്പോൾ ആ ചായ പതഞ്ഞു വരും. അങ്ങനെ ഒരു സൂപ്പർ ചായ ഇടുന്നതിന് ഞാൻ പറഞ്ഞത് ഏത് പാചകത്തിനും ഉണ്ട് അതിൻ്റേതായ ചില രീതികൾ. ഇതിപ്പോൾ കുറച്ച് പാലും എടുത്ത് കുറച്ച് വെള്ളവും എടുത്ത്
രണ്ടും കൂടെ ഒന്നിച്ച് അടുപ്പത്തോട്ട് വെച്ച് തിളപ്പിച്ചിട്ട് ചായപ്പൊടി ഇട്ടാലും ചായയാകും. പക്ഷേ പാലും ചായയും വേറെ തന്നെ, പാലും വെള്ളവും വേറെ തന്നെ വെച്ച് തിളപ്പിച്ചിട്ട് പാല് നല്ലോണം തിളച്ചൊന്ന് കുറുകണം. കുറുകുമ്പോഴത്തേക്ക് നല്ലോണം തിളയ്ക്കണം. കുറുക മീൻസ് അതിൻ്റെ തിളച്ചിട്ട് ഉടനെ വാങ്ങരുതെന്നാണ്. അതിന് ശേഷം അത് നമ്മൾ പിന്നെ അപ്പുറത്ത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണും ഒരിത്തിരിയും കൂടി, ടീസ്പൂണാണ് കേട്ടോ, ചായപ്പൊടി. ഇത് കുറച്ച് തരിപ്പുള്ള ചായപ്പൊടി ആയതുകൊണ്ട് ഒരു 2 മിനിറ്റ് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കപ്പിലേക്ക് ഊറ്റിയെടുത്താണ് ഈ ചായ. ആ പാലും കൂടെ മിക്സ് ചെയ്തു. അങ്ങനെ രണ്ടൊന്ന് കപ്പോട് മുട്ടിച്ച് മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല ഉണ്ടോ പതഞ്ഞ ചായ തന്നെ കിട്ടുന്നുണ്ടോ, പതഞ്ഞ ചായ തന്നെ കിട്ടും. അത് പതഞ്ഞ നല്ല ചായ കിട്ടും. പിന്നെ അപ്പോൾ അങ്ങനെ എല്ലാവരും രുചികരമായി ഈ ചായ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇതിൽ മധുരം വേണ്ടവർക്ക് മധുരം ഇടാം. ഞങ്ങൾ രണ്ടാളും മധുരം ഇടുകയില്ല. വിജയമാഷ്ക്കും ഈശ്വരകൃപ കൊണ്ട് അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ മാഷും പറയും എനിക്ക് മധുരം വേണ്ടാന്ന്. അങ്ങനെ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ തന്നെ മാഷും ഈ മധുരം ഇടാത്ത ചായയാണ് കുടിക്കുന്നത്. മധുരം വേണ്ടവർക്ക് ആവശ്യാനുസരണമുള്ള മധുരം, ഓരോരുത്തർക്കും മധുരത്തിൻ്റെ അളവ് നമ്മൾ തന്നെ അവരവരാ നിശ്ചയിക്കണ്ടേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരാളുടെ മധുരത്തിൻ്റെ അളവ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മധുരം വേണ്ടവർക്ക് മധുരം ഇടാം. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളത്തിന് 3/4 ഗ്ലാസ് പാലാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ചായ തന്നു കേട്ടോ. എല്ലാവരും ആ ചായയോടുകൂടി തന്നെ പ്രഭാതത്തിലെ ബാക്കി കാര്യങ്ങൾ തുടങ്ങുക. എല്ലാവർക്കും ഒരു സുദിനം നേരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച്.